ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞാൻ പോയത് കൊച്ചിയുടെ ഹൃദയമായ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. വെറുമൊരു യാത്രയല്ല കേട്ടോ, 2 മെട്രോകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. ഇടപ്പള്ളിയിൽ നിന്ന് മെട്രോ വഴി ഹൈക്കോടതിയിലെത്തി അവിടെ നിന്ന് വാട്ടർ മെട്രോയ്ക്ക് കയറിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ഇടപ്പള്ളിയിൽ നിന്ന് നേരിട്ട് ഹൈക്കോടതിയിൽ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും മഹാരാജാസ് കോളേജ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ MG റോഡ് സ്റ്റേഷനിലോ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയ്ക്കോ ബസ്സിനോ ആണ് കേട്ടോ ഹൈക്കോർട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ MG റോഡിൽ നിന്ന് ഹൈക്കോർട്ടിലേക്ക് ഫീഡർ ബസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫീഡർ ബസ്സിലായിരുന്നു കേട്ടോ. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫീഡർ ബസ്സിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങളിത് ഹൈക്കോർട്ട് ജംഗ്ഷനിലെ വാട്ടർ മെട്രോ ടെർമിനലിൽ എത്തിയിട്ടോ. വേറൊരു നാട്ടിലെ ടെർമിനലിൽ എത്തിയ പോലെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ AC സൗകര്യത്തോടു കൂടി കായൽ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് കേട്ടോ ഈ ഒരു വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. ബസ്സിലെ തിരക്കിലും ബ്ലോക്കിലും ഒന്നും പെടാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഫോർട്ട് കൊച്ചിയിൽ എത്തിപ്പെടാൻ സാധിച്ചു. ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വിദേശ രാജ്യത്തെത്തിയ പ്രതീതിയായിരുന്നു. അവിടുത്തെ പഴയ കെട്ടിടങ്ങളും കഫേകളും എല്ലാം വല്ലാത്തൊരു വൈബ് തന്നെയാണ്. കൊച്ചിയുടെ അടയാളമായ ചൈനീസ് പലകൾ കായൽ തീരത്ത് നിരനിരയായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. കടൽക്കാറ്റ് ആസ്വദിച്ച് അവിടെ ഇരിക്കാൻ എന്തൊരു രസമാണെന്നോ. പാറക്കുട്ടി ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീച്ചിൽ പോകുന്നത്. അതുകൊണ്ട് പാറക്കുട്ടി വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് ബീച്ച് കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷം പാറക്കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു. ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരുന്ന് സമയം പോണത് അറിയേയില്ല കേട്ടോ. ധീരക്കുട്ടനൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവനെ ഒത്തിരി നേരം കടലിൽ കളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല, അത്രമാത്രം അവിടെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, മിക്കവരും പട്ടം പറത്തിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പാറക്കുട്ടിക്കും കളിക്കണം എന്നൊക്കെ തോന്നി, എങ്കിലും പട്ടം കളിക്കാനൊന്നും നിന്നില്ല, ഒത്തിരി വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ നഗരവീതിയിലെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് മെട്രോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബോട്ടും അവൈലബിൾ അല്ലായിരുന്നു. കാരണം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ ബസ്സിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാത്രി ബസ്സിന് പോകുന്നത് ഒരു പ്രത്യേക വൈബാണ്. നല്ലൊരു പാട്ടൊക്കെ കേട്ട് ബസ്സിൽ വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നത് വേറൊരു എക്സ്പീരിയൻസും ഒരു നല്ലൊരു വൈബുമാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.